ദൗലത്താബാദ് ഫോർട്ടിൽ കയറി തുടങ്ങിയപ്പോൾ തന്നെ പുറത്ത് നിന്ന കടയിലെ പയ്യൻ പറഞ്ഞതാ, ഭയ്യ പാനിയിലേക്ക് ജായേ ഉപ്പർ പാനി മിലേഗാ നഹീന്ന്. പക്ഷേ ഞാൻ അവനോട് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ പറഞ്ഞു, അരേ മേ ബി പഹാടോങ്ക ഉപ്പർ ചടായാർ, ഈ മല ഞാൻ പിടിച്ചാലും പോരുമെന്ന്. പക്ഷേ പകുതി വഴി കയറിയപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്, ഈ മല ഞാൻ പിടിച്ചാലും പോരില്ല. 1187 AD യാദവ ഭരണാധികാരിയായിരുന്ന ബില്ലാമ അദ്ദേഹമാണ് വോൾക്കാനിക് ഹില്ലായ ഇവിടെ ഈ ഫോർട്ട് പണിയുന്നത്. ഇരുട്ട് മൂടിയ തുരങ്കങ്ങളും വഴിതെറ്റിക്കുന്ന പ്രവേശന പാതകളും അങ്ങനെ പല പരീക്ഷണങ്ങളും കടന്നു വേണം ഈ ഫോർട്ടിന് മുകളിലെത്താൻ. ദേവഗിരി ഫോർട്ട് എന്നായിരുന്നു ഇവിടം ആദ്യം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ദേവഗിരിയുടെ പേര് ദൗലത്താബാദ് എന്ന് മാറ്റി. സമ്പത്തിന്റെ നഗരം എന്നായിരുന്നു ഇതിന് അർത്ഥം വരുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിക്കാരൻ വേറൊരു പണിയും കൊടുപ്പിച്ചു. ഇന്ത്യയുടെ മധ്യഭാഗത്തായതിനാൽ ദൗലത്താബാദ് മികച്ച ഒരു തലസ്ഥാനമാകുമെന്ന് കരുതിയിട്ട് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റി. അങ്ങനെ 1500 പേരെയും കൊണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്യാനും പ്രേരിപ്പിച്ചു. പലരും ദുരിതം അനുഭവിക്കാനും മരണപ്പെടുവാനും ഒക്കെ ഇടയായി. അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ മാറ്റേണ്ടി വന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചരിത്രത്തിലെ വിവാദപരമായ ഒരു ഭരണാധികാരിയായി മാറിയത്. കാലത്തിനൊപ്പം ഈ കോട്ട പിന്നീട് ബമാനി, അഹമ്മദ് നഗർ, മുഗൾ, മറാത്ത എന്നീ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിക്കാനിടയായി. ഔറംഗസീബ് പോലും ഡക്കാൻ ഭരണകാലത്ത് ഈ കോട്ട ഉപയോഗിച്ചു പോന്നിരുന്നു.